തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരും നീതാ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദന ഈ ഹോളിലായിരിക്കുന്ന, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന സകലരെയും അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പതിവ് പോലെ നിങ്ങൾ ഓർപ്പിക്കുന്നത് പോലെ ഞാനും നിങ്ങളും അധിക നാൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയില്ല. ഈ ഭൂമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ സമയം നമുക്ക് ഇതാ നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള എക്സാമിനേഷൻ ഹാളാണ്. ഇവിടെ പരീക്ഷയുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ കൊള്ളാവുന്നവനാണ്, ഭാഗ്യവാനാണ് എന്നാണ് വചനം പറയുന്നത്. ആ ഒരു ചിന്തയോട് നമ്മളും സഹകരിച്ചാൽ നമുക്ക് നല്ലത്. ഗ്ലോറി. കാരണം എല്ലാ പരീക്ഷയും നമുക്ക് ഉയരത്തിലേക്ക് കയറുവാനുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോണുകളാണ്. ഗ്ലോറി. അതുകൊണ്ടത് മറക്കാതെ നാം ജീവിച്ചാൽ നമുക്ക് നല്ലത്. ഇന്ന് ചില ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് തരുവാനാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ഈ ലോകത്തിലെ സിസ്റ്റം മനുഷ്യരെ വിഡ്ഢിയാക്കുന്നൊരു സിസ്റ്റമാണ്, ഫൂളിംഗ് സിസ്റ്റമാണ്. ഗ്ലോറി. ഈ ഫൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമ്മളെ ദൈവത്തിൻ്റെ ഗ്ലോറിയസ് സിസ്റ്റത്തിലേക്ക് മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ദൈവം ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ നമ്മളാണ് ആ മാറ്റത്തിലേക്ക് വരേണ്ടത്. നമ്മൾ ഇപ്പോൾ വായിച്ച 2 പത്രോസ് 1 അധ്യായം അതിലെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചായിരുന്നു അല്ലേ? ആ വാക്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, നമ്മൾ അതിൻ്റെ 4-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനും പറ്റും. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ, തൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ വചനം കൊണ്ട് ഇവയാൽ നിങ്ങൾ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്. ഇത് നമുക്ക് കേട്ടാലും അത് മനസ്സിലാകില്ല. ഇത് നമുക്ക് കേട്ടാലും നമുക്ക് എളുപ്പം മനസ്സിലാകില്ല. ലോകത്തിൻ്റെ മോഹത്താൽ എന്തുണ്ടെന്നാണ് വചനം വാഗ്ദത്തം ചെയ്യുന്നത്? നാശം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കേട്ടാലും നമ്മൾ കേൾക്കില്ല. കേട്ടാലും നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ്. ഇന്നലെ രാത്രി മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിയ റോയ് ബേറുമായിട്ട് ഡിസ്കഷൻ കടന്നുപോയി. ഞങ്ങൾ അധികം സംസാരിക്കുന്നത് ദൈവവചനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേ നല്ലത്. ഗ്ലോറി. ഹല്ലേലൂയ. ദൈവവചനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ദൈവമക്കൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് വിവേചിച്ച് നമ്മൾ സംസാരിക്കണം. കാരണം നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിക്കുന്നൊരു കാര്യമൊന്നും എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, ഇന്നെന്താ കർത്താവ് തന്നത്, ഇന്നെന്താ കഴിച്ചത്? എൻ്റെ മക്കളോടായാലും എൻ്റെ കൂടെ ഉള്ളവരോടാണെങ്കിലും എനിക്ക് സ്വാതന്ത്ര്യമുള്ളവരോടൊക്കെ ഞങ്ങൾ ചോദിച്ചാൽ എതിർത്ത് പറയുന്നവരോട് ചോദിക്കാറില്ല, അതോട് നിർത്തും. അപ്പോൾ കാരണം മറ്റുള്ളവരെ വളരുവാൻ സഹായിക്കുക എന്നുള്ളത് എൻ്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല അവരെ ഞാൻ അത് വളർത്തുവാൻ സഹായിക്കുന്നവരോട് അവരറിയാതെ ഞാനും വളരുവാനിടയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്നലത്തെ ഒരു രാവിലെ അദ്ദേഹത്തിനോട് സംസാരിച്ചൊരു വചനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇതാ നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ അദ്ദേഹം ഉദ്ദേശാർത്ഥം ഇതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്നോട് ദൈവം ഇടപെട്ട ഒരു കാര്യം അതുമായിട്ടുള്ള ബന്ധത്തിൽ ഇതാ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് നമുക്ക് കാണാം. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും എയർപോർട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വിൻഡോസ് ഗ്ലാസ് കണ്ട് നിങ്ങൾ അതിൽ പോയി ഇടിച്ചിട്ടുണ്ടാകും. അതിൽ പോയി ഇടിച്ച് നിൽക്കണം. അതുകൊണ്ടാണ് പലയിടത്തും ഗ്ലാസ് വെച്ച് കഴിയുമ്പോൾ
ഒരു ഇൻഡു മാർക്ക് ഇട്ട് വെച്ചേക്കും. അതിൽ ഒരു ടേപ്പ് കൊണ്ട് ഒരു ഇൻഡു മാർക്ക് ഇടും. കാരണം അത് ഗ്ലാസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ ഇത് നമുക്ക് ഈ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് അകത്ത് വരുമെങ്കിൽ ഇത് നമുക്ക് കിട്ടത്തില്ല, പലതും നമുക്ക് കിട്ടില്ല. കാരണം ഇതെല്ലാം ഒരു ഇൻവിസിബിൾ ഗ്ലാസ് ഇതിൻ്റെ ഇടയിലുണ്ട്. ഗ്ലോറി, ആ ഇൻവിസിബിൾ ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ലോകസ്നേഹവും ജഡത്തിൻ്റെ ചിന്തകളുമായി ഇൻവിസിബിൾ ഗ്ലാസ്സാണ്. നമ്മൾ അത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ സ്വയം സമ്മതിക്കാതെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തുള്ളത് എടുക്കുവാൻ പറ്റില്ല. അതായത് ഒരു പക്ഷേ ഈ ഗ്ലാസിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പുറത്തുണ്ടാകാം, പക്ഷെ നമ്മൾ ഓടി അങ്ങ് ചെല്ലുമ്പോൾ ആ ഗ്ലാസ്സെ തട്ടി അവിടെ നിൽക്കും. ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ പല പല തീരുമാനങ്ങളും പലപ്പോഴും എടുത്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ആത്മീയമായി വളരണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. പക്ഷെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാത്തതിൻ്റെ കാരണം ഇതുപോലെയുള്ള അദൃശ്യമായ വോളുകളാണ്. നമ്മുടെ അകത്ത് ഈ വോളുകളുണ്ട്, നമുക്ക് കയറാൻ പറ്റില്ല. ആ ഗ്ലാസ്, അതായത് ഈ അദൃശ്യമായ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ വോളുകൾ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് അനുഭവിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. അല്ല എങ്കിൽ നമുക്ക് അവിടെ കയറുവാനായിട്ട് പറ്റുകയില്ല. നിങ്ങൾക്ക് സ്ക്രീനിൽ ഞാൻ ആ വോള് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് നോക്കട്ടെ. ലോർഡ് ഐ ലവ് യു. ശ്രദ്ധിച്ചേ, ഒരു കുട്ടി ഒരു ഗ്ലാസ് ഡോറിൻ്റെ ഇപ്പുറത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാണ് ഈ മുട്ടണത്. പക്ഷെ പോരാൻ പറ്റുമോ? പോരാൻ പറ്റില്ല. ഇതാ ഒരു സ്ത്രീ വന്ന ഗ്ലാസ് ഡോറിന് അവിടെ മുട്ടി നിൽക്കുക, പോകാൻ പറ്റത്തില്ല. ഇതേപോലെയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ പലരും ആത്മീയമായിട്ട് വളരാൻ നോക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. 72-74 മണിക്കൂറുകൾ ഇതാ നമുക്ക് കർത്താവ് സമൃദ്ധമായ മണിക്കൂറുകൾ തന്നു. ആ സമൃദ്ധമായ മണിക്കൂറിൽ 2 മണിക്കൂർ മാത്രം കർത്താവിന് കൊടുത്ത് സുഖമായി കയറാമെന്നുള്ള ചിന്തയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നടക്കില്ല. ഗ്ലോറി, ഹല്ലേലൂയ. പകരം എന്ത് ചെയ്യണം? നമ്മുടെ ഹോൾ ലൈഫ് തന്നെ കർത്താവിനായി തീരണം. ആ ഒരു രീതിയിൽ നാം മാറുവാൻ നമുക്ക് ബുദ്ധി ഉണ്ടാകണം. കാരണം വചനം വ്യക്തമായിട്ട് പറഞ്ഞു, ലോകത്തിൻ്റെ മോഹത്താൽ കുഞ്ഞെ നിനക്ക് എന്തേ കിട്ടൂ? അതായത് നീ പഠിക്കേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങളിവിടെ പഠിച്ചതും നിങ്ങളിവിടെ ജോലി എടുത്തതും നിങ്ങളിവിടെ സമ്പാദിച്ചതും നിങ്ങളിവിടെ നേടിയതും ഇത് എല്ലാം കൊണ്ട് നീ സമ്പാദിക്കാൻ പോകുന്ന നാശം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നാശമേ സമ്പാദിക്കൂ. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കിയ നമ്മൾ എന്ത് ചെയ്യണം? ഈ നാശകരമായ ഈ ലോകത്ത് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, ജീവിച്ചേ പറ്റൂ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ആ ബൈബിൾ എത്ര പ്രാധാന്യം കൊടുക്കണോ അത്രമേ നാം കൊടുക്കാൻ പാടുള്ളൂ. പകരം ഈ നാശത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന്, ഈ ഫൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മൾ കർത്താവിൻ്റെ ഗ്ലോറിയസ് മഹത്വമേറിയ സിസ്റ്റത്തിലേക്ക് മാറണം. അല്ല എങ്കിൽ നമ്മൾ അറിവില്ലാത്തവരാ. ഇന്ന് നമ്മൾ അങ്ങനെയല്ല. ഇന്ന് നിങ്ങൾക്കറിയാമോ, നമുക്ക് ശലോമോനേക്കാളും ജ്ഞാനമാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ജ്ഞാനോ നമ്മളെ ഉണ്ടാക്കിയ നമ്മുടെ അപ്പൻ്റെ ജ്ഞാനമാണ്. നമുക്ക് യേശുവിൻ്റെ ജ്ഞാനമാണ്. യേശു നമുക്ക് ജ്ഞാനമായി തീർന്നിരിക്കുകയാണ്. ഗ്ലോറി, ശലോമോൻ എല്ലാം മിഥ്യ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഭാഷയില്ല, ഇതൊന്നും മിഥ്യയല്ല. മിഥ്യ കടന്നു വരുന്നത് ഈ ലോകത്തിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോഴാണ്. എന്നാൽ നമ്മുടെ ദൈവരാജ്യവുമായിട്ട് ചിന്തിക്കുമ്പോൾ ഒന്നും മിഥ്യയല്ല. ഞാൻ രാജ്യത്വം പ്രാപിക്കാൻ പോവുക. ഗ്ലോറി, തലം വേറെ. കൊരിന്ത്യർ ലേഖനം പറയുന്നത് കർത്താവാണ് നമ്മുടെ ജ്ഞാനം. ഗ്ലോറി, ഹല്ലേലൂയ. ശലോമോനെ സൃഷ്ടിച്ച കർത്താവാണ് നമ്മുടെ ജ്ഞാനം. ഇന്ന് ആ ജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇവിടെ നിൽക്കുമ്പോൾ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ചിന്തകൾ എൻ്റെ അകത്തേക്ക് വരുന്നു, അവിടെ സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു, ഇന്നതാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്, അതിൻ്റെ ചിന്തകൾ വെളിപ്പെടുന്നു. ഗ്ലോറി, ഇത് ലോകത്തുള്ളവർക്ക് അറിഞ്ഞുകൂടാ. ശലോമോൻ വീണ്ടും ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. ശലോമോനെ കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതും മനുഷ്യരുടെ നിരൂപിക്കാത്തതുമായ ദൈവത്തിൻ്റെ ചിന്തകൾ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത് പോലെ ലഭ്യമല്ല. ശലോമോന് കിട്ടിയത് ശലോമോൻ എഴുതി വെച്ചു. ഗ്ലോറി, ശലോമോന് മനസ്സിലാകാത്തത് ശലോമോൻ അതേ രീതിയിൽ എഴുതി വെച്ചു. അപ്പോൾ പ്രിയരെ, ഈ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ സ്വർഗീയ കുടുംബത്തിൽ ജീവിച്ച് ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുക. ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുക. അപ്പോഴപ്പോൾ എന്ത് വേണമെന്ന് കർത്താവ് വ്യക്തമായിട്ട് അറിയിക്കും. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ആ സമയം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആകുലപ്പെടേണ്ട. ആ സമയം നിങ്ങളോട് സംസാരിക്കുന്ന ശലോമോനല്ല, നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവാണ്. നിങ്ങളുടെ അപ്പൻ്റെ ആത്മാവ് നിങ്ങളോട് അതിലൂടെ സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജ്ഞാനം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ദൈവം നിങ്ങളിലൂടെ ജീവിക്കുക, ദൈവം നിങ്ങളിലൂടെ പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ആ തലത്തിലേക്ക് ഉയരണം. ഭൂമി നമ്മൾ ഒരല്പം പോലും റെഗുലേറ്റ് ചെയ്യരുത്, സ്വർഗ്ഗം റെഗുലേറ്റ് ചെയ്യണം. ഭൂമി എപ്പോൾ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നു പെടാൻ പോകുന്നു, അപ്പോൾ ആ ഭൂമിയുടെ ആ ചരടങ്ങ് വെട്ടിമുറിച്ചേക്കണം.
ലോകമേ നിനക്കെന്നെ മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ എൻ്റെ അപ്പൻ്റേതാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റേതാണ്. ഭൂമിയാൽ നമ്മൾ നിയന്ത്രിക്കപ്പെടുന്നുവെങ്കിൽ നമ്മൾ സ്വർഗത്തിന് കൊള്ളാവുന്നവരല്ല. സ്വർഗം വേണം നമ്മളെ നിയന്ത്രിക്കാൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറയാണ്, ഇതാ നാശമാണ് ലോകത്തിൻ്റെ മോഹത്താൽ എന്തേ ഉള്ളൂ, നാശമാണ്. അപ്പോൾ ഇത് കേട്ടാലും നമുക്ക് മനസ്സിലാകാത്തവരെ പോലെ നാം മൂവ് ചെയ്യുകയാണ്. മക്കളെ, തൊട്ട് മുമ്പിൽ ഇതാ കുഴിയാണ്, തീക്കുഴിയാണ്, അങ്ങോട്ടേക്ക് പോകല്ലേ എന്ന് പറഞ്ഞാൽ അത് കേട്ടിട്ട് അങ്ങോട്ട് തന്നെ നടക്കുകയാണ് എങ്കിൽ കുഞ്ഞുങ്ങളെ, അതൊരു വലിയൊരു വിഡ്ഢിത്തമാണ്, ഒരു ഫൂളിഷ്നെസ്സാണ്. ഇനി നിങ്ങൾ ചോദിക്കുക, എന്താണ് ഈ വിഡ്ഢിത്ത സിസ്റ്റം? ഇതാ നമ്മളിന്ന് മനസ്സിലാക്കുന്ന സിസ്റ്റം, അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ഷിഫ്റ്റ് ourselves ഫ്രം ഫൂളിംഗ് വേൾഡ് സിസ്റ്റം ഇൻ ടു ഗ്ലോറിയസ് ഗോഡ് സിസ്റ്റം. നമ്മളെ തന്നെ വിഡ്ഢിയാക്കുന്ന ഈ ലോക സിസ്റ്റത്തിൽ നിന്ന് നമ്മളെ മാറ്റി ദൈവത്തിൻ്റെ മഹത്വമേറിയ ആ സിസ്റ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുവരിക. അതുകൊണ്ട് ഇത് കേട്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്കവിടെ എത്താൻ പറ്റില്ല. ഗ്ലോറേ, കേട്ടതുകൊണ്ട് മാത്രം എത്താൻ പറ്റില്ല. ഇതിൻ്റെ പുറകിലൊരു അധ്വാനമുണ്ട്. ഇതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞ്, നശിച്ചു പോകുന്ന ഈ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം അധ്വാനിക്കാതെ. ഗ്ലോറി. അപ്പോൾ അത് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി എന്തുണ്ട്, ഒരു അധ്വാനമുണ്ട്. അതാണ് നമ്മൾ ദിവസവും ചെയ്യണേ അല്ലേ. അപ്പോഴും കർത്താവ് പറയാണ്, ഈ ലോക സിസ്റ്റം എങ്ങോട്ടേക്കാണ് പോകുന്നേ? നാശത്തിലേക്കാ പോകുന്നത്. നീ അധ്വാനിക്കുന്ന ഈ അപ്പവും നിനക്ക് സേവ് ചെയ്യാൻ പറ്റില്ല, അത് നാശത്തിലേക്കാണ് പോകുന്നത്. നശിച്ചു പോകുന്ന ഇതിനു വേണ്ടിയല്ല, പകരം നിത്യജീവങ്ങളിലേക്ക്. അപ്പോൾ കർത്താവ് മറ്റൊരു സിസ്റ്റത്തെ കാണിച്ചു തരികയാണ്. യോഹന്നാൻ 6:27 പറഞ്ഞ് മറ്റൊരു സിസ്റ്റത്തെ കർത്താവ് കാണിച്ചു തരികയാണ്. അതിനു വേണ്ടി അധ്വാനിപ്പിൻ. അപ്പോൾ അതിനും എന്തുണ്ട്? അധ്വാനമുണ്ട്. അധ്വാനം ഇല്ലാതെ നടക്കില്ല. അതിനും അധ്വാനമുണ്ട്. എന്താണ് അതിൻ്റെ അധ്വാനം? കാരണം ഈ ഇൻവിസിബിൾ, അദൃശ്യമായ ഈ വോളുകളെ ഇടിച്ച് കളഞ്ഞു വേണം നമുക്ക് കയറാൻ. അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന, അവനവനെ തന്നെ ചതിക്കുന്ന, അപ്പോൾ എന്തുണ്ട്? നാശമുണ്ട്. ചതിക്കുന്ന ആത്മവഞ്ചകരായി തീരുവാനേ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് നാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിന്ന് ചലിക്കുന്ന ഈ ലോക സിസ്റ്റം ഒരു നാശമാണ്. ഇതിന് നമുക്ക് ജയം തരാൻ പറ്റില്ല. ഇതിന് തീപ്പൊയ്ക മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അവസാനം. നമ്മുടെ ശരീരം ഇതാ ദ്രവിച്ചു പോകും, തീപ്പൊയ്കയിലേക്ക് നമ്മുടെ സോള് പോകും. ഇതാണ് ഇതിൻ്റെ അവസാനം. അതുകൊണ്ട് ഈ നാശത്തിലേക്ക് പോകുന്ന സിസ്റ്റത്തിൽ ചരിക്കാതെ, ഇതാ പ്രിയ സഹോദരങ്ങളെ, ദൈവം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച മഹത്വമേറിയ മറ്റൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാറണം. ഗ്ലോറി. അതുകൊണ്ട് ഈ ഷർട്ടിട്ട്, ചുരിദാറിട്ട, സാരി ഉടുത്ത ഈ ജഡമനുഷ്യനല്ല പ്രത്യാശ. ഇവൻ ഒന്നാം മനുഷ്യനാണ്. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, അവൻ നാശത്തിലേക്ക് പോവുകയാണ്. എന്നാൽ രണ്ടാം മനുഷ്യൻ ഭൂമിയിൽ നിന്നല്ല, അവൻ സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗീയനാണ്, അവൻ ആത്മാവാണ്. അവിടെയാണ് നാം ഹോൾഡ് ചെയ്യേണ്ടത്. കാരണം ഒരു സിസ്റ്റം പരാജയപ്പെട്ടെന്ന് മനസ്സിലായാൽ വീണ്ടും ആ പരാജയപ്പെട്ടതിൽ തൂങ്ങിക്കിടക്കുകയല്ല. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങളൊരു പർവ്വതം കയറുകയാണ്, അവർ കയറിട്ട് തന്നിട്ടുണ്ട്. ആ പർവ്വതം കയറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതാ ഒരുത്തൻ മുകളിലിരുന്ന് ആ കയറ് മുറിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഇതാ ആ ചരടിൻ്റെ ഓരോ ത്രെഡ് മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളിത് മനസ്സിലാക്കിയാൽ നിങ്ങൾ എന്നാ ചെയ്യും? പലരും പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്നാ ചെയ്യും? അത് നാശത്തിലേക്ക് കുഞ്ഞെ നിന്നെ കൊണ്ടുപോകാമെന്ന് മനസ്സിലാക്കിയാലും വീണ്ടും അതിൽ പിടിച്ചോണ്ടിരിക്കുവോ? അപ്പുറത്ത് വേറൊരു കയറിട്ട് തന്നിരിക്കുക, മോനെ കയറ് മാറി പിടിക്കേ. നീ ഇപ്പോൾ പിടിച്ചുകൊണ്ട് കയറുന്ന കയറ് അടുത്ത് തന്നെ നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് കയറ് മാറി പിടിക്കുക. ഇതാ ശക്തിയേറിയ വേറൊരു കയർ ഒരാൾ ഇട്ട് തരുമ്പോ അതിൽ പിടിച്ച് കയറിക്കൊള്ള. ഇതാ ബുദ്ധിയുള്ളവൻ. നിങ്ങൾക്കറിയാമോ ബുദ്ധിയുള്ള കന്യകമാരെയും ബുദ്ധി ഇല്ലാത്ത കന്യകമാരെയും കുറിച്ച് കർത്താവ് പറഞ്ഞത്? കാരണം ഈ നാശം മനസ്സിലാക്കിയിട്ട് ഒരുങ്ങാതെ ഇരുന്ന ഒരു കൂട്ടമുണ്ട്. എത്ര പറഞ്ഞാലും ഒരുങ്ങത്തില്ല. ഗ്ലോറേ. ഹല്ലേലൂയ. ആ ഒരുങ്ങാതെ ഇരിക്കുന്ന ഒരു കൂട്ടം നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പോൾ പ്രിയരെ, നമ്മൾ ഇപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുശവൻ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുമ്പോൾ തൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ അതിനെ തിരിച്ചെടുക്കുന്നു, കൈ ചലിപ്പിച്ചിട്ട്. ഇതേപോലെ നമ്മളിന്ന് ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ നിത്യമായ ഭാവി ഏത് രൂപത്തിലായിരിക്കണമെന്ന് തീരുമാനിക്കാം. നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയാൽ മതി.
ഗ്ലോറേ, ഇഷ്ടമുള്ള രീതിയിൽ ആ കുശവൻ ആ കളിമണ്ണിലേക്ക് പല രീതിയിൽ കൈപിടിച്ച പല രൂപത്തിലുള്ള ഷേപ്പിലുള്ള പാത്രം വരുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ മെനഞ്ഞെടുക്കുവാൻ പറ്റും, നമ്മുടെ ജീവിതത്തെ മെനഞ്ഞെടുക്കാൻ പറ്റും. പിന്നെ ആ കുശവൻ ആ പാത്രം ഉണ്ടാക്കി ഇതാ അവിടെ വെച്ചു. ശ്രദ്ധിച്ചേ, ഉണങ്ങിയാൽ പിന്നെ അതിൻ്റെതായ ആ ഭാവി നിത്യമായി. ഗ്ലോറേ, ഇനിയൊന്നും മാറത്തില്ല. ഇതേപോലെ നമ്മളിന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ഷേപ്പുകളിനെ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. ആ പാത്രം ഉണങ്ങിയതിന് ശേഷം അതിന് ഷേപ്പ് മാറ്റം വരുത്താൻ പറ്റാത്തതുപോലെ നമ്മൾ ഇവിടുന്ന് മരിച്ചു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വിധത്തിൽ നമ്മളുടേതായ ആ ഭാവി മാറ്റുവാൻ കഴിയുകയില്ല. ഗ്ലോറേ, അതുകൊണ്ട് പ്രിയരെ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ വേണം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ഇതിന് ഫൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? കർത്താവ് പല ഭാഗത്ത് പറഞ്ഞു, നശിക്കുന്ന സംവിധാനം, നശിക്കുന്ന അപ്പം. ഇത് കർത്താവ് പിന്നെ എന്തിനായി നശിക്കുന്നത് ഉണ്ടാക്കിയെന്ന് നമ്മൾ ചോദിക്കും. കർത്താവ് നശിക്കുന്നത് ഉണ്ടാക്കിയില്ല. കർത്താവ് ഉണ്ടാക്കിയത് നല്ല സംവിധാനമാണ്, നല്ല സ്ട്രാറ്റജിയും കർത്താവ് പറഞ്ഞു കൊടുത്തു. ഏതൊരു ബിസിനസ്സും അത് വർദ്ധിക്കണമെങ്കിൽ, വളരണമെങ്കിൽ, ബിസിനസ്സുകാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഈ ശബ്ദപരിചയം ശ്രദ്ധിച്ചേ. ഏതൊരു ബിസിനസ്സും വളരണമെങ്കിൽ അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. കർത്താവ് ഈ ഭൂമിയിൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതായത് യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ ലൂക്കോസ് സുവിശേഷം 2:49 കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എൻ്റെ പിതാവിൻ്റെ ബിസിനസ്സിലായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ? ഗ്ലോറി, പിതാവിൻ്റെ ബിസിനസ്, വിച്ച് യു നോട്ട് ദാറ്റ് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. എൻ്റെ പിതാവിൻ്റെ ബിസിനസ് ഞാൻ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ പിതാവ് ഒരു ബിസിനസ്സാണ് ചെയ്യണേ. അപ്പോൾ ആ ബിസിനസ്സിന് 5 സ്റ്റെപ്പുകളുണ്ട്. ഏതൊരു ബിസിനസ്സും ജയിക്കണമെങ്കിൽ അതിന് 5 സ്റ്റെപ്പുകളുണ്ട്. ഈ 5 സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലേ ആ ബിസിനസ് ജയിക്കൂ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ 5 സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്കും ആ സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മൾ ശരീരത്തിലൂടെ ഭൂമിയിൽ ചെയ്യുന്ന ബിസിനസ്സുകളിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഗ്ലോറി, ആ 5 സ്റ്റെപ്പുകൾ മനസ്സിലാക്കുക. ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവം പറഞ്ഞു, നമുക്ക് മനുഷ്യരെ ഉണ്ടാക്കാം, നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും. അതിൻ്റെ അർത്ഥം നമുക്ക് ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം. ബൈബിളിൻ്റെ അവസാനം ദൈവത്തിൻ്റെ വചനം വെളിപ്പാട് 21:6 ആ പ്രവൃത്തി പൂർത്തിയാകുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. 7 പ്രൊഡക്റ്റ് റെഡി. അവിടെ പറയുന്നു, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ഗ്ലോറി, അപ്പോൾ ദൈവം ഒരു ബിസിനസ്സിലാണ്. ഈ ബിസിനസ്സാണ് കർത്താവ് യേശു കാൽവരി ക്രൂശിൽ വന്ന് പുനരാരംഭിക്കുന്നത്. ആദത്തിൻ്റെ പാപം മൂലം നിന്നുപോയെങ്കിലും ഇത് പുനരാരംഭിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നത് എൻ്റെ പിതാവിൻ്റെ ബിസിനസ് ചെയ്യുവാനാണ്. ആ മുടങ്ങിപ്പോയ ബിസിനസ് കർത്താവ് കാൽവരി ക്രൂശിലൂടെ പുനരാരംഭിക്കുകയാണ്. അന്ന് മുതൽ അവനെ കൈക്കൊണ്ട നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവപുത്രന്മാരാകാനുള്ള അധികാരം ലഭ്യമായി. ഗ്ലോറി, കാൽവരി ക്രൂശിൽ എന്താണ് ചെയ്തത്? നമ്മൾ തിരുവത്താഴ് ശുശ്രൂഷയുമുള്ള ബന്ധത്തിലാണ് കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ വചനം യേശയ്യാ 53:10 പറയുകയാണ്, അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ ദൈവപുത്രനെ, സന്തതിയെ കാണുവാനാണ് ആ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രിയരെ, അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, ആ ദൈവികമായ ബിസിനസ്സിന് 5 സ്റ്റെപ്പുകളുണ്ട്. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം കാണുവാനായിട്ട് ഇടയാകുന്നത്. നമ്മൾ ഇവിടെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, ദൈവം ആദത്തോട് കൽപ്പിച്ചത്, അവരെ അനുഗ്രഹിച്ചത് ഇങ്ങനെയായിരുന്നു. അവരുണ്ടാക്കി അവരെങ്ങനെ മുമ്പോട്ടേക്ക് പോകണമെന്നുള്ള അനുഗ്രഹിച്ചത് 5 സ്റ്റെപ്പുകളാണ് ഉൽപ്പത്തി പുസ്തകം 1:28 കാണാൻ നമുക്ക് കഴിയുന്നത്. 1, ദൈവം പറഞ്ഞു, ബി ഫ്രൂട്ട്ഫുൾ, ഫലമുള്ളവനാകുക. 2, മൾട്ടിപ്ലൈ, നിങ്ങളതിൽ നിറയണം, നിങ്ങളതിനെ വർദ്ധിപ്പിക്കണം. പിന്നെ റിപ്ലനിഷ്, നിങ്ങളതിൽ നിറയണം, ഭൂമിയിൽ നിറയുക. സബ്ഡ്യൂ, അതിനെ കീഴടക്കുക. ഏറ്റവും അവസാനം ഡൊമിനിയൻ, അതിൻ്റെ വാഴ്ച ഏറ്റെടുക്കുക. ഈ 5 സ്റ്റെപ്പുകളാണ് ദൈവം തൻ്റെതായ ആ ബിസിനസ്സിൽ, ആ ഫാദേഴ്സ് ബിസിനസ്സിൽ ദൈവപുത്രന്മാരുടെ ആ വെളിപ്പാടിന് വേണ്ടി ദൈവം ഒരുക്കിയത്. ഈ 5 സ്റ്റെപ്പുകൾ നമുക്ക് ഉൽപ്പത്തി 1:28 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗ്ലോറി ടു ഗോഡ്. ഫലമുള്ളവനാകുക, പെരുകുക. റിപ്ലനിഷ് മീൻസ് നിറയുക. സബ്ഡ്യൂ മീൻസ് അടക്കുക. ഡൊമിനിയൻ മീൻസ് വാഴുക. അപ്പോൾ ആ ഒരു തലത്തിലേക്ക്, ആ വാഴുന്ന തലത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് 5-ാമത്തെ സ്റ്റെപ്പിലാണ് അവിടെ എത്തുവാനായിട്ട് ഇടയാകുന്നത്. എന്നാൽ ആദം ആ ഒരു തലത്തിലേക്ക് ആദത്തിൻ്റെ മക്കളോ എത്തിയില്ല. കാരണം അനുസരണക്കേട് എപ്പോഴും നമ്മളെ നമ്മുടെ ഡെസ്റ്റിനിയിൽ നിന്ന് അകറ്റും.
അനുസരണക്കേട് എപ്പോഴും ദൈവം നമുക്ക് വേണ്ടി നല്ലൊന്ന് പ്ലാൻ ചെയ്തെങ്കിലും ജെറമ്യ 29:11 പറയുന്നത്, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു പ്ലാനുണ്ട്, പക്ഷേ ആ പ്ലാനിൽ നമ്മൾ നിൽക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കണം. ഗ്ലോറേ, അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ല. ഗ്ലോറേ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലാനിൽ മുന്നോട്ടേക്ക് പോയാൽ പല കുഴികളിലും താഴെ പോകും. ദൈവത്തിൻ്റെ പ്ലാനിൽ നിൽക്കുവാനായിട്ട് ഇടയാകുക. അപ്പോൾ ആദം ആ ദൈവത്തിൻ്റെ പ്ലാനിൽ നിൽക്കുവാൻ ഇടയായില്ല. അതുകൊണ്ട് ഡൊമിനിയൻ ഭരണത്തിലേക്ക് എത്തുവാൻ ആദത്തിന് കഴിഞ്ഞില്ല. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദം അനുസരണക്കേട് കാണിച്ചപ്പോൾ ആദത്തിനെ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ കാണാം, സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ ഔട്ടായി. അടക്കുക വാഴുക എന്നുള്ള ആ സംവിധാനത്തിൽ നിന്ന് ആദം പുറത്തുപോയി. ആദം പുറത്തുപോയെന്ന് വെച്ചാൽ ആദത്തിൻ്റെ മക്കളായ നമ്മളും പുറത്തുപോയി. നമുക്കിന്ന് ഈ ഭൂമിയിൽ സബ്ഡ്യൂ ഡൊമിനിയൻ പറ്റില്ല. കാരണം നമ്മൾ പരാജിതരായി. അതുകൊണ്ട് ഈ വീഴ്ചയ്ക്ക് ശേഷം ദൈവം മനുഷ്യരോട് പറയുന്നില്ല സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ. കാരണം അവർ പരാജയപ്പെട്ടു. ഇനി അവർക്ക് പറ്റില്ല. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. മരിച്ച നിനക്ക് സബ്ഡ്യൂ ചെയ്യാനും വാഴ്ച നടത്താനും കഴിയില്ല. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ അതിൻ്റെ 9-ാം അധ്യായം 1-ാം വാക്യത്തിൽ കർത്താവ് നോഹയുടെ ജലപ്രളയത്തിന് ശേഷം ഇതേ വാക്യം പറഞ്ഞ് നോഹയെ അനുഗ്രഹിക്കുന്നുണ്ട്. ആ നോഹയെ അനുഗ്രഹിക്കുമ്പോൾ കർത്താവ് ഇവരോട് പറയുന്നില്ല സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ പറയുന്നതേ ഇല്ല. കാരണം ദൈവത്തിന് അറിയാം, ഇനി എൻ്റെ പ്രൊഡക്റ്റിനെ സബ്ഡ്യൂ ചെയ്യാനും പറ്റില്ല, ഡൊമിനിയൻ ഏറ്റെടുക്കാനും പറ്റില്ല. കാരണം അവർ ആത്മീയമായി മരിച്ചുപോയി. അവർക്ക് പറ്റില്ല. അപ്പോൾ അവരോട് പറയുന്ന ആ വാക്യത്തിൽ പറയാണ്, ദൈവം അവരെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു? ആൻഡ് ഗോഡ് ബ്ലസ്ഡ് നോഹ ആൻഡ് ഹിസ് സൺസ് ആൻഡ് സെഡ് അൺടു ദം, അവരോട് പറഞ്ഞു, ബി ഫ്രൂട്ട്ഫുൾ, 1-ാം നില പണിയാം, ആൻഡ് മൾട്ടിപ്ലൈ, 2-ാം നില പണിയാം, ആൻഡ് റിപ്ലനിഷ് ദ എർത്ത്, ഭൂമിയിൽ നിറയാം. ഇത്രേ ഉള്ളൂ, ഭൂമിയിൽ നിറയാം. സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ പറ്റില്ല. ഇതിനാണ് യേശു വന്നത്, അത് പുനരാരംഭിക്കാൻ. സബ്ഡ്യൂ ആൻഡ് അടക്കുക വാഴുക പറ്റില്ല. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയ്ക്ക് സന്ദേശം പറയുമ്പോൾ എന്താ പറയണേ? നീ അടക്കുമെങ്കിൽ നിനക്ക് വാഴാം, നീ ജയിക്കുമെങ്കിൽ നിനക്ക് കിങ്ഡം പ്രാപിക്കാം. നീ ജയിക്കുമെങ്കിൽ, ജയിക്കുക മീൻസ് സബ്ഡ്യൂ മീൻസ് അതിൻ്റെ അർത്ഥം ജയിക്കുക എന്നുള്ളതാണ്, കീഴടക്കുക. ഗ്ലോറി, ഈ കീഴടക്കുന്നുവെങ്കിൽ നിനക്ക് വാഴ. ഇതല്ലേ സഭയോട് പറയുന്നേ? എല്ലാ സഭയോടും പറയുന്നതാ, ജയിക്കുന്നവൻ, അതിൻ്റെ അർത്ഥം സബ്ഡ്യൂ ചെയ്യുന്നവൻ, ഇത് അവകാശമാക്കും. ഏത്? ഡൊമീനിയൻ. ഗ്ലോറി. അപ്പോൾ ഈ ഡൊമീനിയൻ നമ്മൾ അവകാശമാക്കണം. അപ്പോൾ ഈ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന ലോക സിസ്റ്റത്തിൽ ഇതില്ല, സബ്ഡ്യൂ ഇല്ല, ഡൊമീനിയനും ഇല്ല. പകരം നമ്മൾ ഇന്ന് ലോക സിസ്റ്റത്തിൽ വളർന്നു വരുമ്പോൾ ഇതാ ബി ഫ്രൂട്ട്ഫുൾ, ഇതാ ദൈവം നമുക്ക് നമ്മുടെ അകത്ത് ഫലമുള്ളവനാകാൻ സീഡ് തന്നിട്ടുണ്ട്. സീഡ് എല്ലാ പുരുഷന്മാരുടെ ഉള്ളിൽ സീഡ് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ ചിന്ത തന്നിട്ടുണ്ട്. ആ സീഡ് കൊണ്ട് ഇതാ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് എക്സാമ്പിൾ, ഇതാ ഒരു സ്ഥാപനം ആ സ്ഥാപനം ഒരു ചെരുപ്പുണ്ടാക്കുക അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടാക്കുക. ചിന്തിച്ച് ആദ്യം തന്നെ ഒരു മൊബൈൽ ഉണ്ടാക്കുക, ഒരു സാമ്പിൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ പല എയർ ആൻഡ് ട്രയൽ മെത്തേഡുകളിലൂടെ, പല പരീക്ഷണങ്ങളിലൂടെ അത് ഏറ്റവും ബ്യൂട്ടിയാക്കി മാറ്റും, ഏറ്റവും നല്ല രീതിയിലാക്കി മാറ്റും. അതിൻ്റെ കുറവുകൾ മാക്സിമം അവർ മാറ്റും. എന്നിട്ട് അത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെന്താ ചെയ്യണേ? അതാണ് സീഡ്. ആ ഒരെണ്ണമാണ് സീഡ്. പിന്നെ അതിൻ്റെ കോപ്പികൾ ഉണ്ടാക്കും. അതിനെ അവരെന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് 2-ാം സ്റ്റെപ്പ്. അതിൻ്റെ കോപ്പികൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. ഫാക്ടറിയിൽ അതിനെ ധാരാളമായി പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ജയം പ്രാപിക്കുമോ? ഇല്ല. അടുത്തത് റിപ്ലനിഷ്, ഭൂമിയിലേക്ക് എല്ലായിടത്തേക്കും പരത്തണം. അതിൻ്റെ പേരാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എല്ലായിടത്തേക്കും അതിനെ വ്യാപരിപ്പിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെ എല്ലായിടത്തേക്കും ഇതിനെ വ്യാപരിപ്പിക്കുക. ആ റിപ്ലേഷൻ സിസ്റ്റം, ആ വ്യാപരിപ്പിക്കുന്നത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ് ഫ്ലോപ്പായി. ഗ്ലോറി, ഹല്ലേലൂയ. പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഫ്ലോപ്പായി. ഇതേപോലെ തന്നെ അത് അങ്ങനെ അതിനെ വർദ്ധിപ്പിക്കുമ്പോഴാണ് അത് മാർക്കറ്റിനെ കീഴടക്കുന്നത്. ഗ്ലോറി, സബ്ഡ്യൂ. ഗ്ലോറി, പിന്നെ ആ മാർക്കറ്റ് വാഴുവാനായിട്ടിടയാകും. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് പോകും. എന്നാൽ ഇതാ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യനങ്ങ് പോകാൻ പറ്റില്ല. മനുഷ്യന് ദൈവം സീഡ് കൊടുത്തിട്ടുണ്ട്. സീഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതാ കുഞ്ഞുങ്ങൾ ധാരാളമാകുന്നു. ഇനി ആ കുഞ്ഞുങ്ങൾ ധാരാളമായി വർദ്ധിച്ചു, പക്ഷെ അത് റിപ്ലനിഷ് ചെയ്യണം. റിപ്ലനിഷ് ചെയ്യുന്നതിന് വേണ്ടിയാണ് വിവാഹം. ഗ്ലോറി, ആ വിവാഹത്തിലെ ഒരു കുടുംബത്തിലുള്ള ആ മകൻ ഒരു സ്ത്രീയുമായി, വേറൊരു കുടുംബത്തിലെ ഒരു സ്ത്രീയുമായി വിവാഹിതരായി. തുടർന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതാ പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് ചേരും. എന്തോ സംഭവിക്കണേ? അവർ മൾട്ടിപ്ലൈ ചെയ്യുക.
മൾട്ടിപ്ലൈ ചെയ്യുക. അവൻ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപരിക്കുകയാ. ഗോറേ, പിന്നെ അടുത്തത് എന്താ വേണ്ടേ? സബ്ഡ്യൂ, കീഴടക്കണം. പക്ഷെ മനുഷ്യന് കഴിയില്ല. ആദത്തിന്റെ മക്കൾക്ക് കഴിയില്ല. സബ്ഡ്യൂ, കീഴടക്കാൻ പറ്റില്ല. ഡൊമീനിയൻ, അവന് പറ്റില്ല. പിശാചിനെ കീഴടക്കണം. ജനത്തിന് അറിഞ്ഞുകൂടാ അവിടെയാണ് കീഴടക്കേണ്ടതെന്ന്. ഡൊമീനിയൻ, വാഴ്ച, കാരണം അവർക്ക് പറ്റില്ല. കാരണം അവരെ ഓൾറെഡി എന്ത് വാഴുകയാ? അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവരെ ഓൾറെഡി മരണം വാഴുകയാ. മരണം വാഴുകയാ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഈ ലോക സിസ്റ്റം നല്ലതായിരുന്നേനെ. ഗ്ലോറി. പിശാചിൽ ഇടപെടാതെ മരണം വാഴാതിരുന്നെങ്കിൽ. ഇവിടെ പിശാച് ഇടപെട്ടു, നമ്മുടെ ചിന്തകളെ കറപ്റ്റ് ചെയ്തു, തല കീഴാക്കി. ഇന്ന് മരണം വാഴുകയാ. സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ ഈസ് ഇമ്പോസിബിൾ. ഈ ബിസിനസ് ഫ്ലോപ്പാ. ഇതിന്റെ കാരണം പറയുന്നത് നാശത്തിലേക്ക് പോവാന്ന്. നശിച്ചു പോവുകയാ. ഇവിടെ എന്നാ സമ്പാദിച്ചാലും നശിച്ചു പോവുകയാ. ഗ്ലോറേ, ഹല്ലേലൂയ. എത്ര വലിയ ധനവാനായാലും, എത്ര വലിയ ബിസിനസ് ചെയ്ത ആളായാലും, എത്ര ലോകം കെട്ടിയെടുത്താലും അവൻ പോവുകയാ. നാശത്തിന്റെ സിസ്റ്റമാ. നിങ്ങൾക്കറിയാമോ മഹാനായ അലക്സാണ്ടർ അല്ലേ? എന്തുകൊണ്ടാണ് മഹാൻ എന്ന് പറയുന്നത്? അദ്ദേഹം ഈ ലോകമെല്ലാം വെട്ടിപ്പിടിക്കുക. അങ്ങനെ വെട്ടിപ്പിടിച്ച് എന്ത് ചെയ്തു? അദ്ദേഹം മഹാനായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ പിശാചിന്റെ സിസ്റ്റം വന്ന് സബ്ഡ്യൂ ചെയ്തു. അദ്ദേഹത്തെ വാണു, അദ്ദേഹത്തെ കൊന്നു. കാരണം അദ്ദേഹത്തിന് സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ പറ്റുന്നില്ല. അടക്കാനും വാഴാനും പറ്റുന്നില്ല. ഭൂമിയിലെ പലതിനെ അടക്കിയാൻ വാഴാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ആത്മലോകത്തിലെ മരണം വന്ന് വാണു. ഗ്ലോറേ, ഇത് നാശത്തിലേക്ക് പോകുന്ന സിസ്റ്റമാ. സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിലെ ഏത് പണക്കാരനാണ് എങ്കിലും നമുക്ക് കഴിയത്തില്ല. ഗ്ലോറി ടു ഗോഡ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട സിസ്റ്റം എന്ന് പറയുന്നത് ഇതാ, നീ നമ്മളുടേതായ ഈ ഭൂമിയിലെ സംവിധാനം, ഇതുകൊണ്ട് ദൈവത്തിന് വചനം പറഞ്ഞ ലോകത്തെയോ ലോകത്തിൻ്റെതായ സിസ്റ്റത്തെയോ സ്നേഹിക്കരുത്. കാരണം അങ്ങനെ നീ സ്നേഹിച്ചാൽ നീ ആ നാശത്തിന്റെ പാതയിലാ. ഗ്ലോറി. ഇതാ ഈ 3 സ്റ്റെപ്പ് നമ്മൾ എടുക്കുന്നു. ഇതാ സന്താനപുഷ്ടികളെ പെരുകി ലോകത്തിലേക്ക് പരക്കുന്നു. എന്നാൽ അതിന്റെ മുകളിൽ ഇതാ 2 സ്റ്റെപ്പുകൾ പിടിച്ചു പിശാച്. ഡെവിൾ, സബ്ഡ്യൂ ആൻഡ് ഡെത്ത് ഡൊമീനിയൻ. ഗ്ലോറി. നമ്മളെ വാഴുകയാ. മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഈ ചിത്രം നിങ്ങൾ വ്യക്തമായി ഹൃദയത്തിൽ കാണണം. ഈ ഒരു സംവിധാനത്തിലാണ് ഞാനും നിങ്ങളും അധ്വാനിക്കുന്നത് ഭൂമിയിൽ. ഇതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല. ഗ്ലോറി. അങ്ങനെ അപ്പോൾ ദൈവം ഇത് മറ്റൊരു സിസ്റ്റത്തെ കൊണ്ടുവരികയാണ്. ആ മറ്റൊരു സിസ്റ്റത്തെ ദൈവം കൊണ്ടുവരുമ്പോൾ ആ സിസ്റ്റത്തിൽ ഈ സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ നമുക്ക് പോസിബിൾ ആണ്. ഇതാണ് ദൈവത്തിന്റെ സിസ്റ്റം. ഇതിൽ നമുക്ക് ജയമെടുക്കാൻ പറ്റും, നമുക്ക് വാഴാൻ പറ്റും. ഗ്ലോറി. അത് നമ്മൾ മറന്നു പോകരുത്. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം പറയുന്നത് നിന്നെ മരണം കീഴടക്കുന്നല്ല, പകരം വെളിപ്പാട് 3:21 പറയുകയാണ്, ഹി ദാറ്റ് ഓവർകമത്ത്, ജയിക്കുന്നവൻ, അതായത് സബ്ഡ്യൂ ചെയ്യുന്നവൻ, അവൻ എന്ത് ചെയ്യും? എന്നോടുകൂടെ ഡൊമീനിയൻ പങ്കിടും. ഗ്ലോറി. എന്നോടുകൂടെ ഭരണം പങ്കിടും. ഗ്ലോറി. ഇത് സഭയ്ക്കുള്ള വാഗ്ദത്തമാ. പക്ഷെ ഇതൊന്നും അറിയാതെ മൂവിയല്ല വേണ്ടത്. നാം സബ്ഡ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഗ്ലോറി. നാം കീഴടക്കേണ്ട ആവശ്യമുണ്ട്. അവർ യേശുവിനോടുകൂടെ ഡൊമീനിയൻ, വാഴ്ച പങ്കിടും. ഹല്ലേലൂയ. ഈ പുതിയ സിസ്റ്റത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയ ദൈവത്തിന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഇന്ന് നമ്മൾ ഈ പുതിയ സിസ്റ്റത്തിലേക്ക് പോകാതെ, ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ ഈ പുതിയ സിസ്റ്റത്തിലേക്ക് പോകാതെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? പിശാച് നമ്മളെ ഡീവിയേറ്റ് ചെയ്ത് കളഞ്ഞു. സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ മറ്റൊരു തലത്തിലേക്ക് മാറ്റിയിട്ട് മനുഷ്യനെ സബ്ഡ്യൂ ചെയ്യുക. ഓക്കെ, മനുഷ്യന്റെ മുകളിൽ ഡൊമീനിയൻ എടുക്കുക. അത് തെറ്റാണ്. മനുഷ്യനെ അല്ല സബ്ഡ്യൂ ചെയ്യേണ്ടത്, പിശാചിനെയാ കീഴടക്കേണ്ടത്. ഗ്ലോറേ. ഡൊമീനിയൻ എടുക്കേണ്ടത് അവനെ കീഴടക്കി മരണത്തിന്റെ മുകളിൽ ഡൊമീനിയൻ എടുത്ത് ഭൂമിയെ നിത്യം വാഴുന്നവരായി മാറും. നമ്മൾ തെറ്റിച്ച് കളഞ്ഞു. ഇത് നമ്മുടെ ഡയറക്ഷൻ തെറ്റായിപ്പോയി. ഗ്ലോറേ. ഇവിടെ നമ്മൾ ഇത് എങ്ങനെ മനസ്സിലാകും? സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക. അതിനെന്ത് ചെയ്യണം? ഭൂമിയിൽ സത്യം ഇല്ല, നമ്മുടെ അപ്പൻ്റെ വീട്ടിലേ ഉള്ളൂ. അവിടെ ജീവിച്ചാൽ നമുക്കിത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ തെറ്റിച്ച് കളഞ്ഞിരിക്കുക. Men were fooled by devil. Now man does not know. ഈ 4 കാര്യങ്ങൾ മനുഷ്യൻ ഇന്ന് അറിഞ്ഞുകൂടാ. In the beginning he was supposed to defeat devil and his system. തുടക്കത്തിലെ ദൈവം പറഞ്ഞു you should subdue. ആരെ? ഇതാ പിശാചിനെ, അവന്റെ സിസ്റ്റത്തെ സബ്ഡ്യൂ ചെയ്താൽ നിനക്ക് വാഴാമായിരുന്നു. അത് മനുഷ്യൻ അറിഞ്ഞുകൂടാ. 2, he was defeated by devil and now he is under death and devil. 2, ഇന്ന് മനസ്സിലാക്കണം, അവൻ പിശാചിനാൽ പരാജയപ്പെട്ടു. ഇന്ന് അവൻ പിശാചിന്റെയും മരണത്തിന്റെയും
കീഴിലാണ്. 3, now he distracted to subdue another man and want to take dominion over his wealth. Glory. മറ്റൊരു മനുഷ്യന്റെ ആ വെൽത്തിനെ, അവന്റെ വെൽത്തിനെ അടിച്ചെടുക്കാനാണ് നോക്കണേ. നമുക്ക് ശ്രദ്ധിക്കാം, ഏത് ബിസിനസ്സിലും കോമ്പറ്റീഷൻ നാശമാ. കോമ്പറ്റീഷൻ ചെയ്ത് എന്ത് പറ്റുന്നു? ഇന്നില്ല ഒരുവന് ലാഭമില്ലാതെ ബിസിനസ്സുകൾ അടച്ചുപൂട്ടുന്നു. ഒരുവന് ലാഭമില്ല, പരസ്പരം അടി മാത്രമേ ഉള്ളൂ. തെറ്റിപ്പോയി മനുഷ്യൻ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. ഇതാ മനസ്സിലാക്കാതെ, മരണം അവന്റെ മേളിൽ വാഴുന്നു എന്ന് മനസ്സിലാക്കാതെ, ഇതാ നമ്മളോട് എഴുതിയിട്ടുണ്ട്. ഇവിടെ പണ്ട് ഒരു എക്സാമ്പിൾ എഴുതിയതാ. പണ്ട് ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു കാറുണ്ടായിരുന്നു. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഡോൾഫിൻ എന്ന് പറഞ്ഞൊരു കാറ്. ഇന്ന് ആ ഡോൾഫിൻ എന്ന് പറഞ്ഞ കാറ് അന്ന് ആ ഡോൾഫിൻ ആയിരുന്നു ഇന്ത്യയിലെ ഈ റോഡുകളെ വാങ്ങുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഡോൾഫിൻ എന്ന് പറഞ്ഞ കാറ് കാണാനേ ഇല്ല. ആ കാറ് കാണാനേ ഇല്ല. പകരം മാരുതി എന്ന് പറഞ്ഞ മറ്റൊരു കാറ് കയറി. ഇതാ ആ ഡോൾഫിൻ എന്ന് പറഞ്ഞ കാറ് ഇന്ന് മാർക്കറ്റിൽ ഇല്ലാതെയായി മാറി. ഇപ്പോൾ മാരുതിയെ തോപ്പിക്കാൻ ഇതാ വേറെ കാറുകൾ ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതെന്തു സംഭവം? ഓരോ നിമിഷം കോമ്പറ്റീഷന്റെ മുകളിൽ കോമ്പറ്റീഷൻ വരികയാണ്. ഇന്ന് മനുഷ്യൻ ജയം പ്രാപിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യന്റെ മുകളിലാണ്. പക്ഷേ ആദ്യത്തേവനും രണ്ടാമത്തവനും എല്ലാം മരണം കീഴടക്കുകയാണ്. എല്ലാറ്റിനെയും മരണം കീഴടക്കുക. മനുഷ്യനൊന്നും മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഇവിടെ ദൈവം വെച്ചിരിക്കുന്ന കർത്താവിന്റെ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഓൺലി വേ ടു എസ്കേപ്പ് ഫ്രം ദിസ് നോ, സത്യം അറിയുകയും ആൻഡ് എൻ്റർ ദ ന്യൂ ക്രിയേഷൻ എബൌട്ട് ഡെത്ത് ആൻഡ് ഡെവിൾ. അതായത് ന്യൂ ക്രിയേഷനിലേക്ക് പ്രവേശിക്കുക. അത് പിശാചിന്റെയും മരണത്തിന്റെയും മുകളിലുള്ളതാണ്. ആ പുതിയതിലേക്ക് പ്രവേശിക്കുക. ഇതാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത്. അല്ലാണ്ട് പഴയതിൽ കിടന്ന് മാക്സിമം ഓടി തളർന്ന് അവസാനം കിടക്കേ വന്ന് കിടക്കുമ്പോൾ ഉറങ്ങണ പോലും അറിയത്തില്ല. ഒറ്റ പോകാം. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ലോകത്തിലെ ചിന്തകൾ നിറഞ്ഞങ്ങ് ഇറങ്ങുക. ഏത് സിസ്റ്റം? നാശത്തിലേക്ക് പോകുന്ന സിസ്റ്റം. അവിടെ നിനക്ക് സബ്ഡ്യൂ ചെയ്യാനും ഡൊമിനിയൻ എടുക്കാനും പറ്റില്ല. പകരം ദൈവം ഇവിടെ പുതിയ ഒരെണ്ണം കയറി വെച്ചു. ഗ്ലോറി, ഇത് മനസ്സിലാക്കുക. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇനി പരിച്ഛേദനവുമല്ല ആഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. എന്റെ സഹോദരങ്ങളായ സഭകൾക്ക് ഇതൊന്നും മനസ്സിലായെങ്കിൽ എത്ര നന്നായിരുന്നു. പുതിയ സൃഷ്ടി അത്ര കാര്യം. ഈ പഴയ സിസ്റ്റത്തിൽ കിടന്ന് കളിക്കുകയല്ല വേണ്ടത്. അതിന് പ്രിയ കുഞ്ഞുങ്ങളെ, എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം? ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ ഈ കാണുന്ന അലക്സാണ്ടർ ഈ സിസ്റ്റത്തിൽ ജീവിച്ചു. പക്ഷേ ഒന്നുമില്ലാത്തവനായി ഇവിടെ മരണം അദ്ദേഹത്തെ കീഴടക്കി കടന്നുപോയി. ഇതാ ഈജിപ്ത്, അസീറിയ, ബാബിലോൺ, മേദ്യ, പേർഷ്യ, ഗ്രീസ്, ഇതാ റോമ സാമ്രാജ്യം എല്ലാം ഇതിൽ കിടന്ന് കളിച്ചു. പക്ഷെ ഒരൊറ്റ രാജാവിന് പോലും ജയം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരെയും മരണം വാണു, അവരെയും കൊണ്ടുപോയി. Glory to God. Hallelujah. ഇതാ ഈ ഭൂമിയിലെ, അതായത് ധനവാന്മാരായ ധാരാളം വ്യക്തികളുണ്ട്. ഈ ധനവാന്മാർക്ക് ആർക്കും ഇതിലൊന്നും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ഇവരെല്ലാം ഇതിന്റെ കീഴിൽ വീണേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ എന്ന് അറിയപ്പെടുന്ന, ഇപ്പൊ അദ്ദേഹം രണ്ടാമതായി ഏറ്റവും വലിയ ധനവാൻ എന്നറിയപ്പെടുന്ന ബിൽ ഗേറ്റ്സ് ആണ്. അദ്ദേഹം പറയുന്നത്, ഇറ്റ്സ് ഫൈൻ ടു സെലിബ്രേറ്റ് സക്സസ് ബട്ട് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ടു ഹീഡ് ദ ലെസൺ ഓഫ് ഫെയിലിയർ. ഇദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടാണോ പറഞ്ഞത് എനിക്ക് അറിഞ്ഞുകൂടാ. ആക്ച്വൽ ഫെയിലിയർ എന്ന് പറയുന്നത് എല്ലാം ഉണ്ടാക്കുന്നത് മുഴുവൻ മരണം ഒരു ദിവസം സീറോ ആക്കി കളയും. ഗ്ലോറി, അതിന് പരിഹാരമായി യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഫൂളിംഗ് സിസ്റ്റം, പഴയ സൃഷ്ടിപ്പിലെ ഈ ഫൂളിംഗ് സിസ്റ്റത്തെ, ലോകത്തിലെ ഈ ഫൂളിംഗ് സിസ്റ്റത്തെ അതിനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് കർത്താവ് യേശു കാൽവരി ക്രൂശിൽ പുതിയൊരു സിസ്റ്റം സമ്പാദിച്ചു. ഗ്ലോറി, ആ പുതിയ സിസ്റ്റമാണ് പുതിയ സൃഷ്ടിയുടേതായ പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷന്റെ സിസ്റ്റം. ഗ്ലോറി, അത് മനുഷ്യനെ പുതിയതാക്കുകയാ. നമുക്ക് കാണുവാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 1 കൊരിന്ത്യൻ അതിൻ്റെ 15-ാം അധ്യായം, Lord I love you, അതിൻ്റെ 47-ാം വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 2 മനുഷ്യനെ കുറിച്ച് പറയുന്നു. കാരണം പരാജയപ്പെട്ട ഒരു മനുഷ്യൻ, അതാണ് ഒന്നാം മനുഷ്യൻ. എന്നാൽ അവൻ പരാജയപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇതാ 2-ാം മനുഷ്യനെ ഉണ്ടാക്കുന്നു സ്വർഗത്തിൽ നിന്ന്. ഗ്ലോറി, ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ. അപ്പോൾ നമ്മൾ ഷർട്ടും ചുരിദാറും സാരിയും ഒക്കെ ഇട്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവനാണ്, മണ്ണുകൊണ്ടുള്ളവനാണ്. ഗ്ലോറി, എന്നാൽ 2-ാമത്തവൻ മണ്ണുകൊണ്ടുള്ളവനല്ല, 2-ാമത്തവൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. 2-ാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഗ്ലോറി, ഒന്നാം മനുഷ്യൻ പരാജയപ്പെട്ടെടുത്ത് കർത്താവ് പുതിയ സൃഷ്ടിയിലൂടെ 2-ാം മനുഷ്യനെ ഉണ്ടാക്കി. ആ 2-ാം മനുഷ്യന് സിസ്റ്റമുണ്ട്, അത് സ്വർഗത്തിന്റെ സിസ്റ്റമാണ്. അതുകൊണ്ട് മനുഷ്യ, ഈ ഭൂമിയുടെ സിസ്റ്റത്തെ നീ വിട്ടിട്ട് ആ സ്വർഗീയ സിസ്റ്റത്തെ ആലിംഗനം ചെയ്യുക.
അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്ന, മക്കളെ ഇനിയും ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഗ്ലോറി ടു ഗോഡ്. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. കാരണം സിസ്റ്റം മാറാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നിങ്ങൾ ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, ഈ ഒന്നാമത്തെ സിസ്റ്റം, ഭൂമിയിൽ നിന്ന് ആരംഭിച്ച ആദ്യ മനുഷ്യന്റെ സിസ്റ്റം, ഇതാ 3 സ്റ്റെപ്പ് മാത്രം എടുത്ത് ഇതാ അടക്കാനും വാഴാനും കഴിയാതെ, സബ്ഡ്യൂ ആൻഡ് ഡൊമിനിയൻ കഴിയാതെ പിശാച് അതിനെ പിടിച്ചു എങ്കിൽ, ഇതാ ദൈവം സ്വർഗത്തിൽ നിന്നൊരു സിസ്റ്റം ആരംഭിച്ചു, പുതിയ മനുഷ്യന്റെ സിസ്റ്റം. ഇവന്റെ ദൈവപുത്രന്റെ സിസ്റ്റമാണ്. അതിലുണ്ട് ഫ്രൂട്ട്ഫുൾ. ദൈവത്തിന്റെ വിത്ത് നമ്മളിൽ കിടക്കുന്നു. ഗ്ലോറി. ആ വിത്തിനെ ഇതുപോലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ആ വിത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? ഇതാ നിരന്തര സത്യം കേൾക്കുക, നിരന്തര സത്യം കേൾക്കുക, നിരന്തരം ദൈവത്തിൽ സത്യം കേൾക്കുക. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തിന് പറയുമ്പോൾ നമ്മൾ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കി. കാരണം ഈ ഭൂമിയിലെ സിസ്റ്റത്തിൽ നിങ്ങൾ പിടിക്കപ്പെട്ട് കിടക്കുക. നിങ്ങൾ ചുമ്മാ വചനത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരുന്നുകൊണ്ട് സ്വതന്ത്രമാകത്തില്ല. പ്രാർത്ഥിക്കാൻ വന്നിരുന്ന സ്വതന്ത്രമാകാനുള്ള വഴി ദൈവം പറഞ്ഞു തരും. ഗ്ലോറി. ഇതാ തുടർന്ന് എന്ത് ചെയ്യണം? സത്യം നിങ്ങൾ മനസ്സിലാക്കണം. സത്യം ഈ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ സബദി, ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല അമ്മ, ഞാനൊന്ന് ആഗ്രഹിച്ചു അങ്ങനത്തെ ഒരു അമ്മ എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ. ഗ്ലോറി. നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് എന്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ചിക്കൻ, പിസ, ഇങ്ങനെ ഭൂമിയിലെ കാര്യങ്ങളല്ലേ. കാരണം ജഡത്തിലെ അമ്മയ്ക്ക് അത്രേ പറ്റൂ. കാരണം ജഡത്തെ മാത്രമല്ലേ പ്രസവിച്ചുള്ളൂ. എന്നാൽ ഞാൻ ബൈബിളിലുള്ള ഒരു അമ്മയെ കണ്ടു, സെബദി പുത്രന്മാരുടെ അമ്മ. എന്നാ ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചേ, ദൈവമേ, എല്ലാ അമ്മമാരും ഇതുപോലെ ഒന്നും ആയിരുന്നെങ്കിലോ. ഈ പുള്ളിക്കാരത്തി കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു. പക്ഷെ പുള്ളിക്കാരത്തിക്ക് വേണ്ടത് ചിക്കനും മട്ടനും പിസയും അങ്ങനെയുള്ള ഭൂമിയിലെ പ്രൊമോഷനൊന്നുമല്ല, കിങ്ഡം. പുള്ളിക്കാരത്തിക്ക് വേണ്ടത് കിങ്ഡം. തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടോ? ഒറ്റ പ്രാർത്ഥനയാ യേശുവിനോട്, എൻ്റെ മക്കളിൽ ഒരുവൻ നിന്റെ ദൂരെയുള്ള ഒരു കിങ്ങല്ല, ഏറ്റവും അടുത്തുള്ള വലതുഭാഗത്തും ഒരുവൻ ഇടതു ഭാഗത്തും. ഗ്ലോറി. 2 രാജാക്കന്മാർ അപ്പുറം ഇപ്പുറം, അവർക്ക് കിങ്ഡം വേണം. എൻ്റെ സഹോദരന്മാരെ, അപ്പച്ചന്മാരെ, അമ്മമാരെ, ഈ ശബ്ദപതി കേൾക്കുന്നവരെ, നിങ്ങൾ എന്നെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കിങ്ഡം വേണം എൻ്റെ മക്കൾക്കെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആ ഒരു അമ്മയെ കണ്ടുപിടിക്കേ. യേശുവിനോട് കൂടെ നടക്കുക മാത്രമല്ല, ആ ദർശനത്താൽ പിടിക്കപ്പെട്ടു. ദർശനത്താൽ പിടിക്കപ്പെട്ടു. കിങ്ഡം വേണം എൻ്റെ മക്കൾക്ക്. ഗ്ലോറി. എൻ്റെ മക്കൾ കിങ്ഡം വേണം. നല്ല വിവാഹാലോചന വേണം. നല്ല ഇതൊക്കെ പ്രാർത്ഥിക്കണം, നല്ലതാണ്. നല്ല വിവാഹാലോചന വേണോ, നല്ല കാറ് വേണോ, നല്ല ആരോഗ്യം വേണോ, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഇതെല്ലാം ഇവിടെ കൊണ്ട് തീരും. പക്ഷേ കിങ്ഡം തീർന്ന വിഷയമേ അല്ല. എൻ്റെ മക്കൾ കിങ്ഡം വേണം. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വന്തമാക്കുക. നിങ്ങളുടെ വീട്ടിൽ ജീവിക്കണം. വീണ്ടും ജനിച്ച ആ സ്വർഗീയ ഭവനത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ അപ്പനിൽ നിന്ന് കേൾക്കുക. അങ്ങനെ കേട്ടത് നിങ്ങൾ അദൃശ്യമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ദൃശ്യമല്ല. കാരണം നേരത്തെ ജഡത്താലാ ജനിച്ചത്, ഇത് ആത്മാവാലാ ജനനം. ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഹൃദയത്തിലെ ചിന്തകൾ, ഇതാ ദൈവിക ചിന്തകൾ മൾട്ടിപ്ലൈ നിങ്ങളുടെ ഹൃദയം നിറയുന്നു. ആ ഹൃദയം നിറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ആ ഹൃദയം നിറയുന്നത് ഇതാ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴുണ്ടല്ലോ, അത് നിങ്ങളുടെ അകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നു. അതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഹൃദയത്തിൽ നിങ്ങളുടെ ലാൻഡ് ഭൂമിയല്ല, ഹൃദയമാണ്. ഹൃദയത്തിൽ വചനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വചനം ഇംപ്ലാന്റ് ചെയ്യുക. ഇതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ സോളിനെ രക്ഷിക്കാൻ കഴിവുള്ള ഉൾനട്ട വചനം കൈക്കൊള്ളുവിൻ, സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. അങ്ങനെ നിങ്ങളുടെ ഹൃദയം നിറയെ എന്ത് ചെയ്യുക? ഈ ഉൾനട്ട വചനം വരുമ്പോൾ നിങ്ങൾ ഹൃദയം എന്ന ലാൻഡിനെ കീഴടക്കുകയാണ്, സബ്ഡ്യൂ ചെയ്യുകയാണ്. ഗ്ലോറി. നിങ്ങളുടെ ഹൃദയം എന്ന ലാൻഡിനെ നിങ്ങൾ കീഴടക്കി കഴിഞ്ഞാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നത് അത്രേ അതിനെ സംസാരിക്കുന്നത്. നിങ്ങളെ വാ തുറക്കുമ്പോൾ നിങ്ങൾ വാഴുകയാണ്. വാ തുറന്നാൽ നിങ്ങൾ വാഴുകയാ. ഇവിടെ സബ്ഡ്യൂൺ ഡൊമിനിയൻ നമ്മുടെ കയ്യിലാ. പിശാചിന്റെ ഓരോ നമ്മൾക്കെതിരെയുള്ള പദ്ധതി ഇതാ വമ്പൻ പരാജയമാണ്. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഇതാ ശുശ്രൂഷ ഞാൻ പറഞ്ഞത്. ഇതാ കഴിഞ്ഞ ദിവസം നമ്മുടെ 2ാമത്തെ പുസ്തകം എപ്പോഴാണ് ഇറങ്ങിയെന്നറിയാമോ? മൂന്നാമത്തെ പുസ്തകം, ഫാദേഴ്സ് ബിസിനസ്. ഒരാഴ്ച പിശാച് ഇതാ തൻ്റെ രോഗത്താൽ എന്നെ കിടത്തി. ആ സമയത്താണ് നമ്മുടെ 3ാമത്തെ പുസ്തകം ഇറങ്ങിയത്. ഗ്ലോറി. പിശാച് എന്താ ചെയ്താലും ദൈവം വെറുതെ വിടത്തില്ല. അവൻ ഓരോ പ്രാവശ്യവും നമ്മളുടെ മുകളിൽ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ച ദൈവം അതുപയോഗിച്ച് ആധിപത്യം എടുക്കും.
ഇത് ഈ വാഗ്ദത്തം മനസ്സിലാക്കിക്കൊള്ളണം. അവൻ നിന്റെ കുതികാൽ തകർക്കും, ആ സമയത്ത് നീ അവന്റെ തലയെ വെട്ടും. ഗ്ലോറി. അവൻ നിന്റെ കുതിക്കുന്ന കാലിനെ ബ്ലോക്ക് ചെയ്യുന്ന സമയം നീ എന്ത് ചെയ്യും? അവന്റെ തലയെ തകർക്കും. ഇതാണ് യേശുവിന്റെ സിസ്റ്റം. നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാകത്തില്ല. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയി കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കണം. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, പിശാചിന്റെ എല്ലാ പദ്ധതിയും തകർക്കും. ഇതാ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയോളം അതിൽ കൂടുതൽ പിശാച് ഇതാ തൻ്റെതായ ആ പദ്ധതിയിൽ എന്നെ മൂവ് ചെയ്യിപ്പിച്ചു. പക്ഷേ ഒന്ന് കണ്ണടച്ചു കൊടുത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല. ഈ സമയത്താണ് ഇതാ 15 സന്ദേശ ഗാനങ്ങൾ സ്വർഗത്തിലെ ദൈവം റിലീസ് ചെയ്യുവാനായിട്ട് ഇടയായത്. ഗ്ലോറി ടു ഗോഡ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന പലർക്കും ഇത് ഒരു വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ല. പക്ഷേ എനിക്കിതൊരു വലിയ കാര്യമാണ്. കാരണം പർവ്വതം കയറുന്നത് പോലെ, ഇതിനു മുമ്പ് ആരും കയറിയിട്ടില്ലാത്ത പർവ്വതം കയറുന്നത് പോലെ കർത്താവ് ഓരോ പ്രാവശ്യവും ഇതാ കർത്താവിൻ്റെ വചനത്തിലൂടെ കയറ്റുകയാണ്. എന്നിട്ട് കയറ്റിയിട്ട് ആ ചിന്തയിലേക്ക് ഇതാ ജനത്തോട് ഇതാ പുറകെ വാ പുറകെ വാ പുറകെ വാ എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ വിളിക്കുക. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ചെയ്തത്. ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിനും. അപ്പോൾ പ്രിയ ദൈവത്തിന് ഇത് മനസ്സിലാക്കുക. അങ്ങനെ ഇതാ ഫ്രൂട്ട്ഫുള്ളായി ആ ദൈവത്തിന്റെ വിത്ത് നമ്മുടെ അകത്ത് വന്നാൽ നിറയെ അങ്ങനെ സത്യം നമ്മൾ കിട്ടുമ്പോൾ, സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ആ സത്യം നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ഇതാ ആ വചനത്താൽ ഒരു വലിയൊരു ഡിസ്ട്രിബ്യൂഷൻ നടക്കും. ഉൾനട്ട വചനം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയും. വെറും അറിവ് കൊണ്ട് മാത്രം കാര്യമില്ല. അറിവ് യേശുവിനെ അനുഗമിച്ച് പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്ന് ഹൃദയത്തിൽ ഉൾനടുവാനായിട്ട് ഇടയാകണം. അങ്ങനെ നാം ഉൾനട്ട് കഴിഞ്ഞാൽ പിന്നെ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് ഇതാ നമ്മുടെ അധരം സംസാരിക്കുന്നത്. അവിടെ സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ നമ്മളുടെ ഓട്ടോമാറ്റിക് പോസിബിൾ ആകും. അവിടെ നമ്മൾ കീഴടക്കുന്നത് മറ്റാരെയുമല്ല, മനുഷ്യനെ അല്ല. നമുക്ക് ജഡരക്തങ്ങളോട് പോരാട്ടം ഇല്ല, പകരം പിശാചിനെയും അവന്റെ ഗ്രൂപ്പിനെയാണ്. അവരെ നമ്മൾ കീഴടക്കുവാൻ ഇടയാകും. അവരെ നമ്മൾ കീഴടക്കുമ്പോൾ അവരുടെ മേൽ നമ്മൾ വാഴുവാനായിട്ട് ഇടയാകും. അങ്ങനെ ജയിക്കുന്നവരാണ് തുടർന്ന് ഈ ഭൂമിയുടെ രാജ്യത്വം ഏൽക്കുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ പ്രിയ ദൈവത്തിന് ജനമേ, ഈ നശിച്ചു പോകുന്ന ലോക സംവിധാനത്തിൽ കിടന്ന് അധ്വാനിച്ച് തളർന്നു പോകാതെ, അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് വേണ്ടേ എന്ന്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവജനം എന്നാ പറയണേ? ലിമിറ്റഡ്. എങ്ങനെ? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് ചിന്തിപ്പിൻ, വിചാരിപ്പിൻ. അതിൻ്റെ അർത്ഥം കുഞ്ഞെ, നിന്നെ ഏത് ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചത് ആ ശുശ്രൂഷയ്ക്കുള്ളത് മതി. ഗ്ലോറേ. അതിൻ്റെ അപ്പുറത്തേക്ക് നീ എന്ത് ചെയ്യണം? സമയം വേസ്റ്റ് ചെയ്യരുത്. നീ പുതിയ സിസ്റ്റത്തിൽ ഒരുക്കിക്കൊള്ളണം. അവസാനമില്ലാത്ത സിസ്റ്റത്തിൽ ഒരുക്കിക്കൊള്ളണം. ഇതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് എക്സർസൈസ് എടുക്കേണ്ടെന്ന് ആരോടും പറയുന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു ശരീരാഭ്യാസമോ നിറയെ പ്രയോജനമുള്ളതെന്നല്ല, അല്പം പ്രയോജനമുള്ളത്. മനസ്സിലാവുന്നല്ലോ? അതിൻ്റെ അർത്ഥം നീ ശരീരാഭ്യാസം നേടുന്ന ആരോഗ്യം അത് പിശാച് കൊണ്ടുപോകും, അതും മരണം കൊണ്ടുപോകും. ഗ്ലോറി. പക്ഷേ നീ ആരോഗ്യത്തോടെ ഇപ്പോൾ ഇവിടെ ഉള്ളത് നല്ലതാ. കർത്താവിന് നിന്നിലൂടെ ജീവിക്കുക ഈ ഭൂമിയിൽ. ഗ്ലോറി. അപ്പോൾ അതിനെല്ലാം ആ വചനം എത്ര ബാലൻസ് കൊടുക്കുന്നു ആ ബാലൻസ് നമ്മൾ കൊടുക്കുവാനായിട്ട് ഇടയാകണം. അതിനേക്കാൾ ഓവറായിട്ട് കൊടുത്ത് നമ്മൾ ഈ പുതിയ സിസ്റ്റത്തിൽ ജീവിക്കാതെ ഇരുന്നാൽ നമ്മൾ വെറും മണ്ടന്മാരാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി ഈ ഭൂമിയിലെ സിസ്റ്റത്തിലെ ഉള്ള ആ നിയമങ്ങളല്ല, അഗ്രചർമ്മവും പരിച്ഛേദനവും ഒന്നുമല്ല, പുതിയ സൃഷ്ടിയാണ് കാര്യം. ഗ്ലോറി ടു ഗോഡ്. ആ പുതിയ സൃഷ്ടിയിലേക്ക് നമ്മൾ എത്തണം. ആ പുതിയ സൃഷ്ടിയിൽ എത്തുമ്പോഴാണ് അവസാനം നമുക്ക് കിങ്ഡം പ്രാപിക്കുവാൻ കഴിയുന്നത്, നാം മരണമില്ലാത്തവരായി തീരുന്നത്. അപ്പോൾ പ്രിയരെ, ഈ ഒരു ചിത്രം നിങ്ങളുടെ അകത്തുണ്ടാകണം. ഇതാ പഴയ സൃഷ്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന, ഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന സിസ്റ്റത്തെ പിശാച് ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു. അവിടെ നമുക്ക് 4ാമത്തെ 5ാമത്തെ സ്റ്റെപ്പ് സബ്ഡ്യൂ ആൻഡ് ഡൊമീനിയൻ എടുക്കുവാൻ കഴിയുകയില്ല. ഗ്ലോറി. ഹല്ലേലൂയ. കീഴടക്കാനും വാഴുവാനും കഴിയത്തില്ല. എന്നാൽ ഉയരത്തിൽ നിന്ന് കർത്താവ് ആരംഭിച്ച പുതിയ സൃഷ്ടിയിലെ ആ സിസ്റ്റം, അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതിൽ നമുക്ക് ഇതാ ഫ്രൂട്ട്ഫുൾ ആകാൻ മാത്രമല്ല, മൾട്ടിപ്ലൈ, റിപ്ലനിഷ്, അതായത് അതിനെ പെരുകാനും അതിനെ ഹൃദയത്തിൽ വ്യാപരിപ്പിക്കാനും. അതെല്ലാം കാണാത്തതാ. കാരണം കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. ഗ്ലോറി. ഈ ഭൂമിയിലുള്ള ചാക്കോച്ചനെയും അന്നമ്മയെയും കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സകലത് നമ്മുടെ സ്വർഗീയ പിതാവിനെ കാണിക്കുവാനാണ്. ഗ്ലോറി. ആ പിതാവിന്റെ മുമ്പിലുള്ള ജീവിതമാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയണേ, നിങ്ങൾ മനുഷ്യരുടെ മുമ്പാകെ നിങ്ങളുടെ നീതിപ്രവൃത്തികൾ ചെയ്യുന്നു, എന്നാലോ ദൈവമോ നിങ്ങളുടെ ഡാഷ് കാണുന്നു. എന്ത്? ഹൃദയം കാണുന്നു. അപ്പോൾ ഹൃദയത്തിലേക്കാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത്. ഇന്ന് ഹൃദയത്തിൽ നമ്മൾ ദൈവത്തിൽ നീതിമാന്മാരായാൽ മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നീതിമാന്മാരാൻ കഴിയും. ഇതാ എല്ലാവരുടെയും മുമ്പിലല്ലതാനും. ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ നാം കാരണം യേശുവിനെ പോലും ഇതാ തൻ്റെ സ്വന്തക്കാരെന്നാ വിളിച്ചേ? ചതിയൻ, പാപി എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവരുടെ മുമ്പിൽ നീതിമാന്മാരാൻ കഴിയത്തില്ല. പകരം ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരായാൽ ദൈവപ്രസാദമുള്ളവരുടെ മുമ്പിൽ വാ തുറക്കുമ്പോൾ അറിയാം ഈ വ്യക്തി ആരാണ്, എവിടെയാണ്, എന്താണ് ചെയ്യുന്നതെന്ന്. ഇതാ അങ്ങനെയുള്ള
എങ്ങനെയുള്ളവർ ഡിസൈൻ ചെയ്യാൻ കഴിയുന്നവരുടെ മുമ്പിൽ നമുക്ക് നീതിമാന്മാരായി നിൽക്കുവാൻ കഴിയും. അപ്പോൾ ഈ ഒരു പുതിയൊരു സിസ്റ്റത്തെ നിങ്ങൾ ആലിംഗനം ചെയ്യണം. ഈ പുതിയ സിസ്റ്റമാണ് കർത്താവ് കാൽവരി ക്രൂശിൽ സമ്പാദിച്ചത്. ഇതിന് നമ്മൾ ആലിംഗനം ചെയ്യണം. ഇതിനു വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഇതിന് നമ്മളെ കാണുന്നവർ ആ കിങ്ഡം ലൈഫിലേക്ക് കടന്നു വരണം. നമ്മളെ കാണുന്ന മക്കള്, എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ ജീവിക്കുന്ന ആ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരണം. ഇതാ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. സെബദീ പുത്രന്മാരുടെ അമ്മ പ്രാർത്ഥിച്ചതുപോലെ നാം പ്രാർത്ഥിക്കണം. അത് അമ്മയല്ലേ പ്രാർത്ഥിച്ച് അപ്പന്മാർ പ്രാർത്ഥിക്കണ്ടല്ലോ എന്നിനി പറയാതെ അപ്പന്മാരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അപ്പന്മാരും അതിനുവേണ്ടി പ്രവർത്തിക്കണം. അതുകൊണ്ട് അപ്പന്മാർ അവരുടെ മുമ്പിൽ, അമ്മമാർ അവരുടെ മുമ്പിൽ അത് ജീവിതമായി കാഴ്ചവെക്കണം. അങ്ങനെ നമ്മുടെ ഉപദേശത്തെക്കാൾ ഉപരി നമ്മുടെ ജീവിതം ഒരു സന്ദേശമായി തീരണം. അങ്ങനെ പ്രിയ കുഞ്ഞുങ്ങളെ, ഏതാനും ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവിതം ഇതാ ഈ ഭൂമിയിലെ സിസ്റ്റം, നാശത്തിന്റെ സിസ്റ്റം ഇവിടെ ഒരു മരണത്തിൽ കൊണ്ട് അവസാനിപ്പിക്കുക. കാരണം ഏക മനുഷ്യരുടെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെങ്കിൽ കർത്താവ് യേശു കാൽവരി ക്രൂശിൽ നമ്മുടെ പാപങ്ങൾ കൊണ്ട് മരിച്ചത് കൊണ്ട് നമ്മളെ പുതിയ സൃഷ്ടിയിലാക്കിയത് കൊണ്ട് ഇനി നമുക്ക് ആ പഴയ സിസ്റ്റത്തിൽ വേണ്ട. പഴയത് കഴിഞ്ഞുപോയി, അതിനെ ദൈവം നീക്കിക്കളഞ്ഞു. ഇതാ സകലതും പുതിയതാക്കി. ആ പുതിയ സൃഷ്ടി എത്ര കാര്യം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ പുതിയ സിസ്റ്റത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതിനു വേണ്ടി അത്രേ കർത്താവ് യേശു കാൽവരി ക്രൂശിൽ മരിച്ച് യാഗമായി തീർന്നത്. ഗ്ലോറി. ഞാൻ ചിന്തിക്കുന്നത് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു എന്ന്. അതുകൊണ്ട് ലോക സിസ്റ്റത്തിൽ ജീവിച്ച് വെറും വിഡ്ഢിയായി തീരാതെ ദൈവ സിസ്റ്റത്തിൽ ജീവിച്ച് കുഞ്ഞുങ്ങളെ നിത്യ സ്വർഗരാജ്യം അവകാശമാക്കുക. ഈ ശബ്ദം നിങ്ങൾ കേട്ടു. ഈ കേട്ടതുകൊണ്ട് ഇപ്പോൾ പലരുടെ ഹൃദയത്തിൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളെ, ആ ഇൻവിസിബിൾ ഗ്ലാസ് വാൾ അവിടെ ഉണ്ട്. നിങ്ങൾ പലരും അടുത്ത സന്ദേശത്തിൽ ഇതുപോലെ തന്നെ വന്നിരിക്കും. കഴിഞ്ഞ സന്ദേശത്തെ ഓർത്ത് അയ്യോ ഞാൻ കേട്ടതാ വീണ്ടും പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പകരം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ആ ഇൻവിസിബിൾ ഗ്ലാസ് പൊളിക്കുക. എങ്ങനെ? യേശുവിനെ അനുഗമിക്കുക. അവസാനത്തോളം സൂഹിക്കാനല്ല, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്ന രക്ഷിക്കപ്പെടും. സ്വയത്തെ തകർക്കുക. നമ്മുടെ പഴയ സ്വയത്തെ തകർക്കുക, പുതിയതിനെ ധരിക്കുക. പഴയ മനുഷ്യനെ ഉലിഞ്ഞു കളയുക, പുതിയവനെ ധരിക്കുക. ഇതിൻ്റെ ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവിനെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുക. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. ചത്തെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. ഗ്ലോറി. പഴയ മനുഷ്യൻ പുറമേയുണ്ട്, പുതിയ മനുഷ്യൻ അകമേയുണ്ട്. ജഡമനുഷ്യൻ പുറമേയുണ്ട്, ആത്മമനുഷ്യൻ അകമേയുണ്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ ഇതാ ജഡമനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഒരു പ്രാർത്ഥനയും സ്തോത്രവും ആയി തീരാതെ ഇതാ ആ പുതിയ മനുഷ്യൻ ദൈവപുത്രൻ വെളിപ്പെടുവാൻ തക്കവണ്ണം സർവ്വസൃഷ്ടികളും ഈറ്റുനോടെ കാത്തിരിക്കുന്ന ആ ദൈവപുത്രൻ വെളിപ്പെടുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. അതിനുവേണ്ടിയാണല്ലോ കർത്താവ് ശുശ്രൂഷ നമ്മുടെ കയ്യിൽ തന്നതും ഇതാ കാൽവരി ക്രൂശ് നമുക്ക് വേണ്ടി യാഗമായി തീരുവാനിടയായത്. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഒരു നിമിഷം കേട്ട വചനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവസൻ സമർപ്പിച്ചാട്ടെ. സ്വർഗീയ പിതാവേ, ഈ ഹോളിലായിരിക്കുന്ന ശബ്ദപതിയിലായിരിക്കുന്ന സകല മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം ഇവിടെ എന്ത് ചെയ്താലും, എത്ര വർദ്ധിച്ചാലും, എത്ര കൊയ്തെടുത്താലും ഇത് നാശത്തിലേക്ക് 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 പോകുന്നു. അപ്പോൾ നിത്യമായി നിലനിൽക്കുന്ന അങ്ങയുടെ തലത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. ഈ ഹോളിലായിരിക്കുന്ന ശബ്ദപരിധിയിലായിരിക്കുന്ന സകല മക്കളെയും ആ ഇൻവിസിബിൾ ഗ്ലാസ് ഡോറുകളായ ആ ലോകചിന്തയെയും ജഡചിന്തകളെയും തകർത്തുകൊണ്ട് അങ്ങേ അനുഗമിച്ച് അതിനെ തകർത്തുകൊണ്ട് കിങ്ഡം പ്രാപിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഇനി സബ്ഡ്യൂവും ഡൊമിനിയനും ഇവരുടെ ജീവിതത്തിലെ ഒരു സാധാരണ സംഭവമായി തീരട്ടെ കർത്താവേ. അതിനായി കുഞ്ഞുങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം.